ഹായ് ആൾ, ഫ്യൂഷൻ ഓൺലൈൻ ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഹിസ്റ്ററിയുടെ സിലബസാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സോഴ്സസ് ഓഫ് ആൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എപ്പിഗ്രഫിയെ കുറിച്ചിട്ടാണ്. എന്താണ് എപ്പിഗ്രഫി എന്നുള്ളത്? ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്, എപ്പിഗ്രഫിയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന്. ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഈസ് കോൾഡ് എപ്പിഗ്രഫി. ഇൻസ്ക്രിപ്ഷനുകളെ കുറിച്ചിട്ട് പഠിക്കുന്നതിനാണ് എപ്പിഗ്രഫി എന്ന് പറയാം. ദ സ്റ്റഡി ഓഫ് ഓൾഡ് റൈറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ഇൻസ്ക്രിപ്ഷൻസ് ഈസ് കോൾഡ് പാലിയോഗ്രഫി. അപ്പോൾ ഇൻസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കുന്ന ഓൾഡ് റൈറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് പാലിയോഗ്രഫി എന്ന് പറയും. ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് എപ്പിഗ്രഫി എന്നും, ഇൻസ്ക്രിപ്ഷനിലുള്ള റൈറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് പാലിയോഗ്രഫി എന്ന് പറയും. അപ്പോൾ എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് ചോദിച്ചാൽ, ഇൻസ്ക്രിപ്ഷൻസ് വർ കർവ്ഡ് ഓൺ സീൽസ്, സ്റ്റോൺസ്, പില്ലേഴ്സ്, റോക്സ്, കോപ്പർ പ്ലേറ്റ്സ്, ടെമ്പിൾ വാൾസ്, ബ്രിക്സ് ആൻഡ് ഇമേജസ്. ഇപ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് പ്രധാനമായിട്ടും കൊത്തിവെക്കപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും സീലുകളിൽ, സ്റ്റോൺസ്, പില്ലർ, തൂണുകളിൽ, അതുപോലെ തന്നെ റോക്സ്, പാറ, കോപ്പർ പ്ലേറ്റുകൾ, ടെമ്പിൾ വാൾസ്, ബ്രിക്സ്, ഇമേജസ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഇൻസ്ക്രിപ്ഷൻസ്, പുരാതന കാലത്തുള്ള ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ ഇവ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ദ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ റിലീജിയസ് പ്രാക്ടീസസ്, ബിലീഫ്സ്, റിച്വൽസ്, അഡ്മിനിസ്ട്രേഷൻ, ലോസ്, ഡിഗ്രീസ്, പബ്ലിക് അക്കൗണ്ട്സ്, ട്രീറ്റീസ്, കൊമേഴ്ഷ്യൽ അഗ്രിമെൻറ്റ്സ്, ഹോണേഴ്സ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആൻഡ് ടോംസ് ആൻഡ് എപ്പിറ്റാഫ്സ്. അപ്പോൾ ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് അവർക്ക് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ, നിയമങ്ങൾ, പബ്ലിക് അക്കൗണ്ട്, ട്രീറ്റുകളെ കുറിച്ചിട്ട്, കൊമേഴ്ഷ്യൽ അഗ്രിമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഹിസ്റ്ററിക്കൽ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഡാറ്റ നമുക്ക് പുരാതന കാലത്തെ ആൻഷ്യൻറ്റ് പീരീഡിലെ ഡാറ്റാസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു എപ്പിഗ്രഫിയിൽ നിന്നാണ് എന്നർത്ഥം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ, ആൻഷ്യൻറ്റ് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു സാധനമാണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാനുസ്ക്രിപ്റ്റിനും അതിൻ്റെ ലിമിറ്റേഷൻ, അതിൻ്റെ പരിധികളും, ഈ എപ്പിഗ്രഫി മാനുസ്ക്രിപ്റ്റിന് ചില പരിമിതികൾ നമുക്ക് കാണാൻ പറ്റും. ഇൻസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ മാനുസ്ക്രിപ്റ്റ്, ഈ രണ്ട് സാധനങ്ങൾ ഈ എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മാനുസ്ക്രിപ്റ്റിൻ്റെ പരിധികളാണ് നമ്മൾ പറയാം. മാനുസ്ക്രിപ്റ്റ് വർ റിട്ടൺ ഓൺ ബീർച്ച് ബാർക്ക്, പാം ലീവ്സ് ആൻഡ് പേപ്പർ. ഈ മാനുസ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള എഴുത്തുകളാണ്. അത് പേപ്പറുകളിൽ, പാം ലീവ്സ്, ബിർച്ച് ബാർക്ക്, ഈ മരത്തിൻ്റെ തടികളിലൊക്കെ എഴുതപ്പെട്ട സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇവ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ദേ ബിക്കെയിം ഫ്രാഗൈൽ ആൻഡ് ഹാഡ് ടു ബി കോപ്പിഡ് ലീഡിങ് ടു എറേഴ്സ് ആൻഡ് അഡീഷൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കാലക്രമേണ, പേപ്പറുകളാണല്ലോ, അതുപോലെ തന്നെ മരത്തിൻ്റെ ഇലകളൊക്കെ സ്വാഭാവികമായിട്ട് കാലക്രമേണ അത് നശിച്ചു പോകും. അപ്പോൾ അതെന്ത് ചെയ്യും, പലപ്പോഴും അത് വീണ്ടും എന്ത് ചെയ്യും, നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ അത് കോപ്പി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വീണ്ടും തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എഴുതുന്ന ആൾ, മാറ്റി എഴുതുന്ന ആൾ, കോപ്പി ചെയ്യുന്ന ആൾ അത് വീണ്ടും അഡീഷൻസ് ആഡ് ചെയ്യാൻ, കൂടുതൽ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തല്ല, മാനുസ്ക്രിപ്റ്റുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് അത്രത്തോനെ ചരിത്രമെഴുത്തിൽ നമ്മളതിന് ഒരു പ്രധാന സോഴ്സായിട്ട് മാനുസ്ക്രിപ്റ്റുകളെ പരിഗണിക്കാനില്ല. എന്നാൽ ഇൻസ്ക്രിപ്ഷൻ ഒരുപാട് കാലം എന്ത് ചെയ്യും, അത് നിലനിൽക്കും. അത് കൊത്തിയുണ്ടാക്കിയ മരത്തിലും കല്ലിലും, അതുപോലെ തന്നെ വളരെ നശിച്ചു പോകാത്ത വസ്തുക്കളിലാണ് അധികം നമ്മൾ ഇൻസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻ കൂടുതലായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. മാനുസ്ക്രിപ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ചരിത്രമെഴുത്തിൽ, ചരിത്രത്തിൻ്റെ ഒരു സോഴ്സായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക ഇൻസ്ക്രിപ്ഷനാണ് എന്നർത്ഥം. ഹെൻസ് മാനുസ്ക്രിപ്റ്റ് ആർ നോട്ട് കൺസിഡർഡ് കംപ്ലീറ്റ്ലി റിലയബിൾ സോഴ്സ് ഓഫ് ഹിസ്റ്ററി. പൂർണ്ണമായിട്ടും ഒരു ആധികാരിക സോഴ്സായിട്ട് നമുക്ക് മാനുസ്ക്രിപ്റ്റിനെ പരിഗണിക്കാൻ സാധിക്കാറില്ല എന്നർത്ഥം. ഇൻസ്ക്രിപ്ഷൻസ് ഹൗവർ റിമെയിൻ അൺആൾട്ടേർഡ് ഓവർ ടൈം, മേക്കിംഗ് ദം മോർ റിലയബിൾ. അതുകൊണ്ട് തന്നെ ഇൻസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യും, അതൊരുപാട് കാലം അൺആൾട്ടേർഡ് ആയിട്ട് എന്ത് ചെയ്യും, അത് നിലകൊള്ളും. അതുകൊണ്ട് തന്നെ അതൊരു റിലയബിളാണ്, നമുക്ക് ആധികാരികമായ സോഴ്സായിട്ട് നമുക്കതിനെ പരിഗണിക്കാൻ പറ്റും എന്നർത്ഥം. ഇനി ടൈപ്സ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ്റെ ടൈപ്സുകൾ ഏതൊക്കെ രീതിയിലാണ്? കൊമേഴ്ഷ്യൽ സീലുകളും, കച്ചവട ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സീലുകൾ, അതിന് ഉദാഹരണമാണ് ഇൻഡസ് വാലി സീലുകൾ ഉണ്ടാവും. മാജിക്കൽ ഇൻസ്ക്രിപ്ഷൻ നമ്മുടെ മാന്ത്രികമായിട്ട് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, മന്ത്രങ്ങളും മറ്റൊക്കെ എഴുതിയിട്ടുള്ള സാധനം, ഫൗണ്ട് ഓൺ അമുലറ്റ്സിലാണ് അവ എന്ത് ചെയ്യുക, കണ്ടെത്താറുള്ളത്. അത് നമ്മൾ മന്ത്രങ്ങളൊക്കെ എഴുതുന്ന വസ്തുക്കളുണ്ടല്ലോ, അതിലാണ് അത് പ്രധാനമായിട്ടും. അമുലറ്റ്സ് പോലെയുള്ള വസ്തുക്കളിലാണ് ഈ മാജിക്കൽ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി റിലീജിയസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്, മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള പല കാര്യങ്ങളും എഴുതി. ഉദാഹരണത്തിന് അശോകൻ ഇൻസ്ക്രിപ്ഷൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. മൗര്യൻ പീരീഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഈ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് എന്നുള്ളത്. പിന്നെ യൂളോജിസ്റ്റിക് ഇൻസ്ക്രിപ്ഷൻ, അതായത് ആളുകളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട്, രാജാക്കന്മാരുടെ പുകഴ്ത്തിക്കാണ്ട് എഴുതുന്ന ഇൻസ്ക്രിപ്ഷനാണ് യൂളോജിസ്റ്റിക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അത് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഹരിസേൻ ഉദാഹരണമാണ്. അത് സമുദ്രഗുപ്തയുടെ കോർട്ട് പോയറ്റ് ആയിരുന്ന ആളാണ്. ഇത് ഹരിസേൻ പറഞ്ഞ ആൾ പറഞ്ഞാൽ സമുദ്രഗുപ്തയുടെ കോർട്ട് പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ആ കാലഘട്ടത്തിലേക്കുള്ള കുറേ ഡാറ്റകൾ നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷനിലൂടെ ലഭിക്കും.
വോട്ട് ഇൻസ്ക്രിപ്ഷൻ നമ്മൾ നേർച്ചയായിട്ടൊക്കെ എഴുതുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എഴുതി വെക്കുന്ന ഒരു സാധനമാണ് വോട്ട് പറഞ്ഞാൽ നേർച്ചയൊക്കെ ആയിട്ട് എഴുതുന്ന ഇൻസ്ക്രിപ്ഷനാണ് വോട്ട് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ ഉദാഹരണമാണ് ഐ ഹോൾ ഇൻസ്ക്രിപ്ഷൻ ഓഫ് പുലകേശിൻ സെക്കൻഡിൻ്റെ ഐ ഹോൾ ഇൻസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ കൊമമറേറ്റീവ് ഇൻസ്ക്രിപ്ഷൻ, അത് ഒരാളെ ഓർക്കാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ ആളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന കൊമമറേറ്റീവ് സ്മരണാർത്ഥം ഉണ്ടാക്കുന്ന ഇൻസ്ക്രിപ്ഷനാണ് കൊമമറേറ്റീവ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അത് ഹാത്തി ഗുംഫ ഇൻസ്ക്രിപ്ഷൻ ഓഫ് കിം ഖരവേലയുടെ ഹാത്തി ഗുംഫ ഇൻസ്ക്രിപ്ഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് എന്നർത്ഥം. ഇനി മറ്റൊരു ലിറ്റററി ഇൻസ്ക്രിപ്ഷൻ, അത് സാഹിത്യ സാധനങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ ലിറ്റററി ഇൻസ്ക്രിപ്ഷൻ. കണ്ടെയ്ൻ പോയട്രി ആൻഡ് ഡ്രാമ, ഇത്തരം ഇൻസ്ക്രിപ്ഷനിൽ ചിലപ്പോഴും പോയട്രി ഉണ്ടാവും, അതുപോലെ തന്നെ നാടകങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ലിറ്റററി ഇൻസ്ക്രിപ്ഷൻസിൽ നമുക്ക് കാണാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചോദിച്ചാൽ. ടൈപ്സ്: കൊമേഴ്ഷ്യൽ സീൽസ്, മാജിക്കൽ ഇൻസ്ക്രിപ്ഷൻ, റിലീജിയസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്, യൂലോജിസ്റ്റിക് ഇൻസ്ക്രിപ്ഷൻസ്, വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻ, കൊമേഴ്ഷ്യൽ ഇൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ലിറ്റററി ഇൻസ്ക്രിപ്ഷൻ. അതിൻ്റെ പ്രാധാന്യം എന്താ ചോദിച്ചാൽ പ്രൊവൈഡ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻസൈറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് പീരീഡ്, വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്കുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള പല ഡാറ്റകൾ നമുക്ക് ഈ സാധനങ്ങൾ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് നൽകുന്നു. അശോകൻ ഇൻസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് ആൻഡ് റിലീജിയസ് പ്രൊക്ലമേഷൻ. അശോകയുടെ ഇൻസ്ക്രിപ്ഷനിൽ വെറും അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് മാത്രമല്ല ഉള്ളത്, അതിൽ മതപരമായിട്ടുള്ള അശോകയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധ, അശോകൻ്റെ ചരിത്രമൊക്കെ ഫേമസ് ആണല്ലോ, ബുദ്ധമതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ, കുറേ പ്രൊക്ലമേഷൻസൊക്കെ അതിൽ ഉണ്ട് എന്നർത്ഥം. ഖരോസി സ്ക്രിപ്റ്റ് വാസ് യൂസ്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് റിട്ടേൺ റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ അശോകൻ ഇൻസ്ക്രിപ്ഷനിൽ പ്രധാനമായിട്ടും എന്താ പറയുക, ഖരോസ്റ്റി സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചിരുന്നത്. അത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ, അത് ഏകദേശം പാകിസ്ഥാൻ റീജിയൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സ്ക്രിപ്റ്റാണ് എന്നർത്ഥം. റിട്ടേൺ റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് അതിൻ്റെ എഴുത്ത്. എന്നാലോ ബ്രാഹ്മി സ്ക്രിപ്റ്റ് വാസ് യൂസ്ഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പ്രധാനമായിട്ടും ബ്രാഹ്മി സ്ക്രിപ്റ്റാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ലേറ്റർ ഇന്ത്യൻ സ്ക്രിപ്റ്റ്, പിന്നീട് അതാണ് ഇന്ത്യൻ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബേസായിട്ട് ഈ ബ്രാഹ്മി സ്ക്രിപ്റ്റാണ് മാറിയത് എന്നർത്ഥം. ഖരോസ്റ്റി സ്ക്രിപ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ബ്രാഹ്മി സ്ക്രിപ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ശൈലി വരിക എന്നർത്ഥം. ഈ ഇൻസ്ക്രിപ്ഷൻസ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച്. എപ്പിഗ്രഫി സ്റ്റഡീസ് ബിഗൻ ഇൻ ദ ലേറ്റ് 18th century. എപ്പിഗ്രഫിയെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങുന്നത് നമ്മൾ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിലാണ്. ഹാരപ്പൻ സെയിൽസ് കണ്ടെയ്ൻ ഏർലിയസ്റ്റ് നോൺ റൈറ്റിംഗ് സിസ്റ്റം. ഇന്ന് വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള റൈറ്റിംഗ് കണ്ടെത്തിയിട്ടുള്ളത് ഹാരപ്പൻ സീലുകളിലാണ്. പക്ഷേ യെറ്റ് ടു ബി ഡീകോഡഡ്. ഇന്ന് വരെ ആർക്കും അതെന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നർത്ഥം. ഇതുവരെ ആർക്കും അത് വായിച്ചിട്ട് എന്താണ് ഇത് എന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ആർ ഏർലിയസ്റ്റ് നോൺ ഇന്ത്യൻ റൈറ്റിംഗ് സിസ്റ്റം. ഇന്ത്യയിലെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള റൈറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഈ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് പ്രധാനമായിട്ടും 4 സ്ക്രിപ്റ്റുകളിലാണ് കണ്ടത്. നമ്മൾ 2 സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞു. ഗ്രീക്ക് ആൻഡ് അറമായിക്കാണ് പ്രധാനമായിട്ടും. മറ്റൊരു ഗ്രീക്ക് ആൻഡ് അറമായിക്ക്, അത് കാണ്ഡഹാർ ഇൻസ്ക്രിപ്ഷൻ, കാണ്ഡഹാർ ഏരിയയിലുള്ള അശോകൻ സ്ക്രിപ്റ്റുകളിലൊക്കെ പൊതുവെ ഗ്രീക്ക് ആൻഡ് അറമായിക്കാണ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഖരോസ്റ്റി സ്ക്രിപ്റ്റാണ് പാകിസ്ഥാൻ റീജിയനിൽ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ബ്രാഹ്മി സ്ക്രിപ്റ്റാണ് ഉള്ളതെന്നർത്ഥം. ജെയിംസ് പ്രിൻസപ്പ് 1830 സക്സസ്ഫുള്ളി ഡെസിഫേർഡ് ദ ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആൻഡ് അശോകൻ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ജെയിംസ് പ്രിൻസപ്പാണ് 1837 ഇത് സക്സസ്ഫുള്ളി ഡെസിഫർ ചെയ്ത്. എന്താണ് ബ്രാഹ്മി സ്ക്രിപ്റ്റ്? നമ്മൾ പറഞ്ഞു ഇൻഡസ് വാലി റൈറ്റിംഗ് സിസ്റ്റത്തെ ഇന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ജെയിംസ് പ്രിൻസപ്പ് പറഞ്ഞ ആൾ ഈ ബ്രാഹ്മി സ്ക്രിപ്റ്റിനെ സമ്പൂർണ്ണമായി മനസ്സിലാക്കുകയും എന്താണ് ഈ അശോകൻ ഇൻസ്ക്രിപ്ഷനിൽ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ജെയിംസ് പ്രിൻസപ്പാണ് അത് ചെയ്തത് എന്നർത്ഥം. മറ്റൊരു ഇൻസ്ക്രിപ്ഷനാണ് ജുനാഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ. 2nd century AD രുദ്രദാമൻ. ആദ്യത്തെ സംസ്കൃത് ഇൻസ്ക്രിപ്ഷനാണ് ജുനാഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇനി ഗുപ്ത പീരീഡ് ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണ്? ഗുപ്ത കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെ വെച്ചാൽ എസ്റ്റാബ്ലിഷ് ട്രെൻഡ് ഓഫ് ഇൻക്ലൂഡിങ് ജീനിയോളജീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് കിപ്പ്. ഈ ഗുപ്ത പീരീഡിലാണ് പ്രധാനമായിട്ടും ഈ ഇൻസ്ക്രിപ്ഷനിൽ ജീനിയോളജികൾ ഉൾപ്പെടുത്താൻ തുടങ്ങി. രാജാക്കന്മാരുടെ ഒരു പാരമ്പര്യം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ പ്രധാനമായിട്ടും ഈ ഗുപ്ത കാലഘട്ടത്തിലാണ്. ഉദാഹരണത്തിന് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, സമുദ്രഗുപ്തയുടെ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നർത്ഥം. ഇനി ചാലുക്യ പീരീഡിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ പുലകേശിൻ സെക്കൻഡ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഡൈനാസ്റ്റിക് അച്ചീവ്മെൻറ്റുകളൊക്കെ അതിലുണ്ട്. അന്നത്തെ ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വിജയങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ പരമാര പീരീഡ്, ഈ ഒരു കാലഘട്ടത്തിൽ ഗോളിയർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ബോജ. ഈ ഒരു ഗോളിയർ ഇൻസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് ജീനിയോളജി ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ഇതിലും ജീനിയോളജി ഉണ്ട്, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ട് ഈ പരമാര പീരീഡിൽ ഗോളിയർ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് നൽകുന്നുണ്ട് എന്നർത്ഥം. ഇതാണ് എപ്പിഗ്രഫിയെക്കുറിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഡാറ്റകൾ.
ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ന്യൂമിസ്മാറ്റിക്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്. ന്യൂമിസ്മാറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് കോയിൻസുകളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ആൻഷ്യൻ്റ് പീരീഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കോയിൻസ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. കോയിൻസ് പ്രൊവൈഡ് ഡെഫിനിഷൻസ് ഓഫ് ക്രോണോളജി, എക്കോണമി, ടെറിറ്റോറിയൽ എക്സ്റ്റെൻഡ്, റിലീജിയൻ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ ഓഫ് റൂളേഴ്സ്. അപ്പോൾ ഈ കോയിൻസ് വഴി നമുക്ക് കിട്ടുന്ന ഒരുപാട് തെളിവുകൾ, ക്രോണോളജി കിട്ടും, പിന്നെ രാജാക്കന്മാരുടെ വർഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ടെറിറ്ററി എത്ര വരെ ഉണ്ട്. കാരണം ആ കോയിൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത് അതനുസരിച്ച് അവരുടെ ടെറിറ്ററിയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ അവരുടെ മതത്തിൻ്റെ അടയാളങ്ങൾ പലപ്പോഴും കോയിൻസിലുണ്ടാകും. ഇൻ്റർനാഷണൽ റിലേഷൻ സ്വാഭാവികമാണല്ലോ, സാമ്പത്തികമായിട്ട് ട്രേഡ് റിലേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോയിനുകൾ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം കോയിൻസ് ആർ ക്രൂഷ്യൽ സോഴ്സ് ഫോർ ദ ഹിസ്റ്ററി ഓഫ് സാഗാസ്, കുഷാനാസ്, ഷിന്ത്യൻസ്, പാർത്തിയൻസ് ആൻഡ് ബാക്ട്രിയൻ ക്രീക്സ്. ഇപ്പോൾ ഈ രാജാക്കന്മാരുടെയൊക്കെ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ടൊരു സോഴ്സായിട്ട് കോയിൻസ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലുള്ള കോയിൻസുകളെ കുറിച്ച് ഏകദേശം 4ാം സെഞ്ചുറി BC, മെയ്ഡ് ഓഫ് സിൽവർ ആൻഡ് കോപ്പർ. സിൽവർ അതുപോലെ തന്നെ കോപ്പർ കോയിൻസുകളാണ് പ്രധാനമായിട്ടും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പഞ്ച് മാർക്കഡ് ആൻഡ് റെക്ടാങ്കുലർ സ്ക്വയർ ഇൻ ഷേപ്പ്. പഞ്ച് മാർക്കഡ് കോയിൻസ് ആയിരുന്നു, പഞ്ച് ചെയ്തിട്ടുള്ള കോയിനുകൾ. അപ്പോൾ ചിഹ്നങ്ങളൊക്കെ കോയിൻസിൽ എന്തായിരിക്കും, പഞ്ച് ചെയ്തിട്ട് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആയിരുന്നു അന്നത്തെ കോയിനുകൾ ഉണ്ടായിരുന്ന അർത്ഥം. മാത്രമല്ല 2nd സെഞ്ചുറി BC നമുക്ക് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ കോയിനേജ് നമുക്ക് കാണാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ അതായത് ട്രേഡിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. ഇൻഡോ ബാക്ട്രിയൻ കിങ്സ് ഇൻട്രൊഡ്യൂസ് ഫൈനർ കോയിനേജ് വിത്ത് ഗ്രീക്ക് ആൻഡ് പ്രാകൃത് ലെജൻസ്. ഗ്രീക്ക് അതുപോലെ തന്നെ പ്രാകൃത് ലെജൻസ് ഇതിഹാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു കോയിൻസ് എന്ത് ചെയ്യുന്നു, ഇൻഡോ ബാക്ട്രിയൻ കിങ്സ് എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുത്തിയിരുന്നു എന്നർത്ഥം. അപ്പോൾ ആദ്യകാലത്ത് 2nd സെഞ്ചുറി 4th സെഞ്ചുറിയിലൊക്കെ നല്ല രീതിയിൽ കോയിൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി കുഷാന കോയിൻസ് പ്രധാനപ്പെട്ട 1st സെഞ്ചുറി AD ഇഷ്യൂഡ് ഗോൾഡ് ആൻഡ് കോപ്പർ. ഗോൾഡിലും കോപ്പറിലും കുഷാന രാജാക്കന്മാർ കോയിൻസ് ഉണ്ടാക്കിയിരുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് കിങ് ഓഫറിങ് സാക്രിഫൈസ്, രാജാവ് സാക്രിഫൈസ് ഓഫർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു അതിൽ അവർ രേഖപ്പെടുത്തിയിരുന്നത് അർത്ഥം. ഇതിൻ്റെ റിവേഴ്സ്, അതിൻ്റെ മറുഭാഗത്ത് ഡേറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് റിലീജിയൻ, അവരുടെ വ്യത്യസ്ത മതങ്ങളിലുള്ള ഡേറ്റുകളുടെ ചിത്രങ്ങൾ അവരെന്ത് ചെയ്തിരുന്നു, അതിൽ പഞ്ച് ചെയ്തിരുന്നതിൽ മാർക്ക് ചെയ്തിരുന്ന അർത്ഥം. ഇന്ത്യൻ ട്രേഡ് ആൻഡ് കൾച്ചറൽ ടൈസ് വിത്ത് റോം. മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു, ഈ കൾച്ചറൽ സാമ്പത്തികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കച്ചവടം റോമുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഈ കോയിൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നർത്ഥം. ഇനി ഗുപ്ത കോയിൻസ് 4ാം സെഞ്ചുറി AD ആണ് പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടമാണ്. 4ാം സെഞ്ചുറിയിലാണ് ഗുപ്ത കോയിൻസ്. ഇംപ്രൂവ്ഡ് കോയിനേജ് വിത്ത് സംസ്കൃത് ലെജൻഡ്. അവർ സംസ്കൃത് ഇതിഹാസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോയിൻസ് അത് അടയാളപ്പെടുത്തിയിട്ടുള്ള കോയിൻസ് എന്ത് ചെയ്തിരുന്നു, അവർ ഇമ്പ്രൂവ് ആയിട്ടുള്ള കോയിൻസ് ഗുപ്ത പീരീഡിൽ ഉണ്ടാക്കിയിരുന്നു അർത്ഥം. ഡെപ്പിക്ട് റൂളേഴ്സ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ്. മാത്രമല്ല ഇതിൽ എന്തായിരുന്നു, രാജാക്കന്മാരുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഈ കോയിൻസിൽ അവർ അടയാളപ്പെടുത്തും. അതിൻ്റെ ചിത്രങ്ങൾ അവർ പഞ്ച് ചെയ്യും. സമുദ്ര പ്ലെയിങ് ലെയർ, അതുപോലെ തന്നെ പെർഫോമിങ് ഹോയ് സാക്രിഫൈസ്, അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവരെന്ത് ചെയ്യും, ഈ കോയിനിൽ എന്ത് ചെയ്യും, ഡെപ്പിക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇൻഡിക്കേറ്റ് എക്കോണമിക് പ്രോസ്പെരിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സലൻസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രോസ്പെരിറ്റി എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എക്സലൻസ്, അവരൊക്കെ എന്തായിരുന്നു, നല്ല രീതിയിൽ ഒരു ആർട്ട്, കലയെ സ്നേഹിക്കുന്ന, അവരിൽ കലയിലുള്ളവരുടെ ഒരു പ്രാഗൽഭ്യത്തെ വിളിച്ചു വന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കോയിൻസ് നമുക്ക് തരുന്നു എന്നർത്ഥം. പിന്നെ വെസ്റ്റേൺ സത്രാപ്സ് AD 4th സെഞ്ചുറി സിൽവർ കോയിൻസ് വിത്ത് റൂളേഴ്സ് നെയിം ആൻഡ് ബസ്റ്റ്. രാജാക്കന്മാരുടെ ബസ്റ്റിൻ്റെ മുഖം, രാജാക്കന്മാരുടെ മുഖവും പേരും ഉൾക്കൊള്ളുന്ന കോയിൻസ് എന്ത് ചെയ്യുന്നു, വെസ്റ്റേൺ സത്രാപ്സ് ഇറക്കിയിരുന്നു എന്നർത്ഥം. പിന്നെ ഹ്യൂണ ഇൻവേഷൻ്റെ സമയത്ത് AD 6ാം നൂറ്റാണ്ടിൽ കോയിൻ സഫർ ഡിബേസ്മെൻറ്റ്, അതിന് കുറച്ചൊരു ക്ഷയം സംഭവിച്ചു. സ്വാഭാവികമായിട്ട് ഹ്യൂണ ഇൻവേഷൻ സംഭവിച്ച സമയത്ത് കോയിനേജ് അത്ര ഘട്ടം എന്ത് ചെയ്തില്ല, ഉണ്ടായിരുന്നില്ല. കോയിന് പലപ്പോഴും ഉണ്ടായിരുന്ന കോയിനൊക്കെ ഇല്ലാതെയാവുകയും കോയിനേജിനൊരു എന്താ പറയുക, ഒരു ക്ഷാമം അല്ലെങ്കിൽ ക്ഷയം സംഭവിച്ചു എന്നർത്ഥം. കോയിനേജിൻ്റെ റിവൈവൽ വരുന്നത് പിന്നെ AD 10ാം നൂറ്റാണ്ടിലാണ് പ്രധാനമായിട്ടും. ഷാഹി കിങ്സ് ഓഫ് ഗന്ധാര എന്ത് ചെയ്യുന്നു, എലഗൻ വളരെ മനോഹരമായി കോയിൻസ് എന്ത് ചെയ്യുന്നു, അവർ ഇറക്കിയിരുന്നു അർത്ഥം. ഈ ഒരു സ്റ്റൈലാണ് മുസ്ലിം റൂളേഴ്സ് പിന്നീട് എന്ത് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ഡൽഹി സൽത്തനത്തൊക്കെ വന്ന സമയത്ത് അവർ ഈ ഒരു ഷാഹി കിങ്സിൻ്റെ, ഈ ഗന്ധാരയിലെ ഷാഹി കിങ്സിൻ്റെ ഈ ഒരു കോയിൻ ടൈപ്പായിരുന്നു അവർ സ്വീകരിച്ചിരുന്നു അർത്ഥം. അപ്പോൾ ഈ കോയിൻസ് എക്കണോമിക് ഇൻഡിക്കേറ്റർ, ഈ കോയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള എക്കണോമിക് ഇൻഡിക്കേറ്ററാണ്. സമ്പത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വസ്തുവാണ് കോയിൻ എന്ന് പറയുന്നത്. മാത്രം റിഫ്ലക്റ്റ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പീരീഡ്. അവരുടെ കോയിൻസ് അനുസരിച്ചിട്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കണ്ടീഷൻസ് എന്തായിരുന്നു നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. പ്രോസ്പെറസ് പീരീഡ് ഹാഡ് ഹൈ ക്വാളിറ്റി കോയിൻസ്. അപ്പോൾ നല്ല സമ്പന്നമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നല്ല കോയിൻസ് ഉണ്ടായിരുന്നു. വൈൽ ഡിക്ലൈൻഡ് ടു ഡിബേസ്മെൻറ്റ്. മാത്രമല്ല സമ്പത്ത് നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോയിനും എന്ത് ചെയ്യും, നാശനഷ്ടങ്ങൾ എന്ത് ചെയ്യും, സംഭവിക്കും. കോയിനേജ് ഇല്ലാതെയാവുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൾ.